ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, 2021 ജൂലൈ 19 അന്തരിച്ച മുൻ സംസ്ഥാന മന്ത്രി ആരാണ്? 2021 ജൂലൈ 19 അന്തരിച്ച മുൻ സംസ്ഥാന മന്ത്രി കെ ശങ്കരനാരായണ പിള്ള. കെ ശങ്കരനാരായണ പിള്ള. അടുത്ത ചോദ്യം, 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ. 2019 ആർക്കാ ലഭിച്ചത്? UA ഖാദർ. 2018 ലഭിച്ചത് NS മാധവൻ. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? കെ സച്ചിദാനന്ദൻ. 2019 UA ഖാദർ. 2018 NS മാധവൻ. കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ? 12ാമത്തെ വ്യക്തിയും 23ാമത്തെ മുഖ്യമന്ത്രിയുമാണ്. 12ാമത്തെ വ്യക്തിയും 23ാമത്തെ മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം കേരളത്തിൽ ആരംഭിച്ചത് എവിടെയാണ്? വാഴക്കാട്. കൊണ്ടോട്ടി, മലപ്പുറം. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ വാഴക്കാട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബ ആരോഗ്യ കേന്ദ്രം കേരളത്തിൽ ആരംഭിച്ചത്. ഇംഗ്ലണ്ടിലെ ഏത് നഗരത്തിനാണ് യുനെസ്കോയുടെ പൈതൃക പദവി നഷ്ടപ്പെട്ടത്? ലിവർപൂൾ. ലിവർപൂളിനാണ് യുനെസ്കോയുടെ പൈതൃക പദവി നഷ്ടപ്പെട്ടത്. 2021 ലോക പുസ്തക തലസ്ഥാനം തിബിലിസിയാണ്. ജോർജിയയിലെ തിബിലിസിയാണ് 2021 ലോക പുസ്തക തലസ്ഥാനം. KSRTC ആരംഭിച്ച പാഴ്സൽ സർവീസിന്റെ പേരാണ് KSRTC ലോജിസ്റ്റിക്സ്. KSRTC ലോജിസ്റ്റിക്സ് എന്നതാണ് KSRTC ആരംഭിച്ച പാഴ്സൽ സർവീസിന്റെ പേര്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലമാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യം എന്താണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ മുബാറക് പാഷയാണ്. മുബാറക് പാഷ. 2021 തിരഞ്ഞെടുപ്പിനെ തുടർന്ന് അസം മുഖ്യമന്ത്രിയായത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. സർബാനന്ദ സോനോവാളിന് ശേഷം ഈ പദവിയിൽ എത്തിയത് ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ PSC പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമാണ് SCRT. അപ്പൊ SCRTക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 120 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ജനുവരി 19 അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ CPO എക്സാമിനും CEO എക്സാമിനും ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSC എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ഹിമന്ത ബിശ്വ ശർമ്മയുടെ പാർട്ടി ഏതാണ്? BJP ആണ്, ഭാരതീയ ജനതാ പാർട്ടി. 2021 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പശ്ചിമ ബംഗാളിൽ വീണ്ടും മുഖ്യമന്ത്രിയായത് ആരാണ് എന്ന് ചോദിച്ചാൽ മമതാ ബാനർജി. ആരാണ്? മമതാ ബാനർജി. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ കക്ഷി ഏതാണ്? തൃണമൂൽ കോൺഗ്രസ്. തൃണമൂൽ കോൺഗ്രസ് ആണ്. 2021 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായത് MK സ്റ്റാലിൻ ആണ്. 2021 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായത് ആരാണ്? MK സ്റ്റാലിൻ. MK സ്റ്റാലിന്റെ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ DMK ആണ്. DMK. കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ലൈബ്രറിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി. 2021 അന്തരിച്ച സാഹിത്യകാരിയായ സുമംഗലയുടെ യഥാർത്ഥ പേരാണ് ലീല നമ്പൂതിരിപ്പാട്. ലീല നമ്പൂതിരിപ്പാട്. കോവിഡിനെതിരെ സിനോഫാം എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം ചൈനയാണ്. സിനോഫാം എന്ന വാക്സിൻ വികസിപ്പിച്ചത് ചൈന.
കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. മംഗലപുരം ടെക്നോസിറ്റി ക്യാമ്പസിലാണ് ആസ്ഥാനം. അപ്പോൾ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. 44ാമത് വയലാർ അവാർഡ് ജേതാവ് ഏടാശ്ശേരി രാമചന്ദ്രനാണ്. ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്ക്. 2019 ലഭിച്ചത് VJ ജെയിംസിനാണ് നിരീശ്വരൻ എന്ന കൃതിക്ക്. 2018 KV മോഹൻകുമാറിനാണ് ഉഷ്ണരാശി എന്ന കൃതിക്ക്. 45ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ്. ബെന്യാമിൻ. ഏതായിരുന്നു കൃതി? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. കൊറോണയുടെ ഇന്ത്യൻ വകഭേദത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് ഡെൽറ്റ. ഡെൽറ്റ വകഭേദം. കേരളത്തിലെ എത്രാമത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് പത്തനംതിട്ടയിലെ കോന്നിയിൽ സ്ഥാപിതമായത്? 13ാമത്തെ മെഡിക്കൽ കോളേജ്. 2021 അന്തരിച്ച മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ യഥാർത്ഥ പേരാണ് ശങ്കരൻ നമ്പൂതിരി. ശങ്കരൻ നമ്പൂതിരി. ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ ബില്യണയർ ആണ് ജെഫ് ബിസോസ്? 2ാമത്തെ ബില്യണയർ ആണ്. ആദ്യം എത്തിയ ബില്യണയർ ആരാണ്? റിച്ചാർഡ് ബ്രാൻസൺ ആണ്. 2021 ജൂലൈ 11 അദ്ദേഹം എത്തിയത്. ജെഫ് ബിസോസ് എത്തിയത് 2021 ജൂലൈ മാസം 20-ാം തീയതിയാണ്. റിച്ചാർഡ് ബ്രാൻസണും സംഘവും സഞ്ചരിച്ച റോക്കറ്റ് ആണ് VSS യൂണിറ്റി. VSS യൂണിറ്റി. ആമസോണിന്റെ സ്ഥാപകനാണ് ജെഫ് ബെസോസ്. ആമസോണിന്റെ സ്ഥാപകനാണ് ജെഫ് ബെസോസ്. റിച്ചാർഡ് ബ്രാൻസൺ വിർജിൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ്. വിർജിൻ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ. കോവിഡ് രോഗികൾക്ക് ഓക്സിജൻ എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ നടത്തിയ ഓപ്പറേഷനാണ് ഓക്സിജൻ എക്സ്പ്രസ്. ഓക്സിജൻ എക്സ്പ്രസ്. ആമസോണിന്റെ സൗജന്യ വീഡിയോ സ്ട്രീമിംഗ് സർവീസ് ആണ് മിനി TV. മിനി TV. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കാവൽ മുഖ്യമന്ത്രി പദവി വഹിച്ചത് ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ. 2021 അന്തരിച്ച ദേവു ചൗധരി ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിത്താറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സിത്താർ. അന്നപൂർണ കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ് പ്രിയങ്ക മോഹിതെ. പ്രിയങ്ക മോഹിതെ. ഇന്തോനേഷ്യയുടെ തലസ്ഥാനം എവിടേക്കാണ് മാറ്റുന്നതിന് തീരുമാനിച്ചത്? ഈസ്റ്റ് കളിമന്താനിലേക്കാണ്. ഈസ്റ്റ് കളിമന്താൻ. DRDO കോവിഡിനെതിരെ വികസിപ്പിച്ച മരുന്നാണ് 2DG. 2DG. രാമായണം പ്രമേയമാക്കി സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ. 2019 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം പ്രമേയമായ സിനിമയാണ് ഗുംനാമി. ഗുംനാമി. ലോക ശ്രവണ ദിനം എന്നാണ്? മാർച്ച് 3-നാണ് ലോക ശ്രവണ ദിനം. ഷിപ്പിംഗ് മേഖലയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ്. പ്ലാറ്റിപ്പസിനായി സംരക്ഷണ കേന്ദ്രം നിർമ്മിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. മഴവെള്ള കൊയ്ത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയ ജലമിഷൻ ആരംഭിച്ച ദൗത്യമാണ് ക്യാച്ച് ദ റെയിൻ. ക്യാച്ച് ദ റെയിൻ. 2021 അന്തരിച്ച ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് വി കല്യാണം. വി കല്യാണം. കേരള സർക്കാരിന്റെ വിശപ്പ് രഹിത പദ്ധതിയാണ് സുഭിക്ഷ. സുഭിക്ഷ എന്നതാണ് കേരള സർക്കാരിന്റെ വിശപ്പ് രഹിത പദ്ധതി. COVID-19 സ്ഥിരീകരിച്ച കേരളത്തിലെ 2ാമത്തെ ജില്ല ഏതാണ്? ആലപ്പുഴ. ആദ്യത്തെ ജില്ല ഏതാണ്? തൃശ്ശൂര്. 3ാമത്തെ ജില്ല കാസർഗോഡ്. 2024 എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. ജൽജീവൻ മിഷൻ. 2020 അന്തരിച്ച ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിലെ നായകനാണ് ഷോൺ കോണറി. ഷോൺ കോണറി. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ ദൗത്യ സംഘത്തിലെ അംഗമായ ഏത് വ്യക്തിയാണ് 2021 അന്തരിച്ചത്? മൈക്കൽ കോളിൻസ് ആണ്. മൈക്കൽ കോളിൻസ്. എന്താണ് സമുദ്ര സേതു? കോവിഡിന്റെ തുടക്ക സമയത്ത് വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ നാവികസേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സമുദ്ര സേതു. ഇനി ഓപ്പറേഷൻ സമുദ്ര സേതു 2 ഉണ്ട്. അതെന്താണ്? ഇന്ത്യയിലെ മെഡിക്കൽ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിനായി വിദേശത്ത് നിന്നും ഓക്സിജൻ എത്തിച്ച ഇന്ത്യൻ നാവികസേനയുടെ ദൗത്യമാണ് സമുദ്ര സേതു 2. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പോളിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. വീണ്ടും കാണാം. താങ്ക് യു.